ഭക്തകവിയായ പൂന്താനം. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ലളിതമായ മലയാളത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത്. എന്നാൽ മേൽപ്പത്തൂർ വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഭഗവാന് സമർപ്പിക്കാനായി പ്രസിദ്ധമായ നാരായണീയം എഴുതിക്കൊണ്ടിരുന്ന കാലം. ഒരിക്കൽ പൂന്താനം താൻ മലയാളത്തിൽ എഴുതിയ ജ്ഞാനപ്പാന എന്ന കൃതി ഒന്ന് തിരുത്തി കൊടുക്കണമെന്ന് അപേക്ഷയുമായി മേൽപ്പത്തൂരിനെ സമീപിച്ചു. തൻ്റെ സംസ്കൃത പാണ്ഡിത്യത്തിൽ അല്പം അഹങ്കരിച്ചിരുന്ന മേൽപ്പത്തൂർ മലയാളം വെറുമൊരു പ്രാകൃത ഭാഷയാണെന്ന് കരുതി പൂന്താനത്തെ പരിഹസിച്ചു. എനിക്ക് സംസ്കൃതത്തിലെ വ്യാകരണ പിശകുകൾ നോക്കാൻ തന്നെ സമയമില്ല, പിന്നെയാണ് ഈ മലയാളം പദങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹം പൂന്താനത്തെ മടക്കി അയച്ചു. തൻ്റെ വരികളിൽ തെറ്റുകൾ ഉണ്ടാകുമോ എന്നോർത്ത് വിഷമത്തോടെ പൂന്താനം അവിടെ നിന്ന് മടങ്ങി. തൻ്റെ പ്രിയ ഭക്തനായ പൂന്താനത്തെ അപമാനിച്ചത് ഭഗവാന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അന്ന് രാത്രി മേൽപ്പത്തൂരിന് ഒരു അശരീരി, അതല്ലെങ്കിൽ ഭഗവാന്റെ ദർശനം ഉണ്ടായി. ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ എനിക്ക് പ്രിയം പൂന്താനത്തിൻ്റെ ഭക്തിയാണ്. വിഭക്തി എന്നത് സംസ്കൃത വ്യാകരണത്തിലെ നിയമമാണ്. അറിവിനേക്കാൾ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ് തനിക്ക് വലുതെന്ന് ഭഗവാൻ ഇതിലൂടെ വ്യക്തമാക്കി. ഭഗവാന്റെ വാക്കുകൾ കേട്ട മേൽപ്പത്തൂർ തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം പൂന്താനത്തെ ചെന്ന് കാണുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഭക്തിക്ക് മുൻപിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത സംഭവമായിരുന്നു ഇത്. ഭഗവാൻ വാക്കുകളിലല്ല, മറിച്ച് നമ്മുടെ വികാരത്തിലാണ് വസിക്കുന്നത്. എളിമയാണ് ഒരു ഭക്തന് വേണ്ട ഏറ്റവും വലിയ ഗുണം.